എനിക്കെന്തോ ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ പറയുന്നത് കുറച്ചൊരു ഹാർഷായിട്ട് ചിലപ്പോൾ ഫീൽ ആവുണ്ടാവുമായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ DQ എൻ്റെ മേല് കയറിയെന്ന് എന്നെ ഇടിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ പുള്ളി ഇമ്പ്രവൈസ് ചെയ്തതിനെ തിരിച്ച് അതേപോലെ തന്നെ ഇമ്പ്രവൈസ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാൻ എനിക്ക് 1-2 സ്ഥലത്ത് പറ്റാണ്ട് വന്നു. അപ്പോൾ ഇരിക്കുന്നത് വിധു വിനോദ് ചോപ്ര ആണെന്നുള്ളൊരു ബോധം എനിക്ക് അപ്പോൾ പെട്ടെന്ന് പോകില്ല. നമ്മൾ ഈ സീൻ വായിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോകുന്നതാണ്. പുള്ളിനെ ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഇതൊരു 110 ഡ്രാഫ്റ്റ് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ വേർഡും ഞാൻ ആലോചിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ വെറുതെ അങ്ങനെ എഴുതി വെച്ചല്ല എന്ന് പറഞ്ഞു. റോക്കറ്ററി ഷൂട്ട് ചെയ്ത് 3 ലാംഗ്വേജിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡബ് അല്ലായിരുന്നു. അപ്പോൾ ഒരു ഷോട്ട് തന്നെ 3 ലാംഗ്വേജിലെടുക്കുന്നു. അപ്പോൾ 3 ലാംഗ്വേജിൽ നമ്മൾ സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ മഹേഷ് നാരായണനാണ് മറ്റേ എഡിറ്റർ. എനിക്കറിയാം, എൻ്റെ നമ്പറുണ്ട്. കണ്ണാസിനോട് ചോദിച്ചു, എന്നാൽ ഞാൻ മറ്റേ പോലെ തന്നെ പറയണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പഠിച്ച് പറഞ്ഞോളാം. അപ്പോൾ ഒരു ബാൻഡേജൊക്കെ കെട്ടി ഇത്ര നീരുണ്ട്, അങ്ങനെ ഷൂ നിൽക്കുന്നില്ല. അപ്പോൾ അത് ആള് മാത്രമേ അത് ശ്രദ്ധിച്ചുള്ളൂ. എനിക്ക് മനസ്സിലായി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള സാം മോഹനാണ്. സാം മോഹനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഹായ് സാം. ഹായ്. ഓക്കെ, നമ്മൾ മാധവൻ സാറ് ഓൾറെഡി നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള ആക്ടറാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒറ്റ സിനിമ ഒറ്റ പാട്ട് റിപ്പീറ്റഡ്ലി ജൂട്ട് ബോക്സിൽ കേട്ട് ഇപ്പം കേട്ടാലും മടി വരാത്ത പാട്ട്. ഓരോ ഫ്രെയിമും അറിയാം, എവിടെ കളർ ചേഞ്ച് വരുന്നു, അദ്ദേഹം എവിടെ തിരിയുന്നു, എവിടെ മറിയുന്നു, എല്ലാം അറിയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിലും നിന്നിട്ട് ഒരു ഫിലിം ചെയ്യുക, അതും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇത്ര ചെറിയ ഏജിൽ മുടിയൊക്കെ വെളുപ്പിച്ചിട്ട് ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്യുക, അത് ആ എക്സ്പീരിയൻസിൽ ഷെയർ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കുറേ ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റിലാണല്ലോ നമ്മളെ മാഡി എന്ന് പറയുന്ന ആക്ടർ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. ഇപ്പം എൻ്റെ മനസ്സിൽ ഈ പച്ച നിറമേ പാട്ടിൽ പുള്ളി ഇങ്ങനെ ചാടുമ്പോൾ മുടി ഇങ്ങനെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പുള്ളിനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. പുള്ളിയുടെ ഓഫീസിൽ കയറി ചെന്നപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഭയങ്കര അജാനുബാഹ ഒരു മനുഷ്യൻ, താടി, മുടി, വയറ്, ഒരു സാധാ ഒരു ഫേഡറായിട്ടുള്ള ഒരു ഷർട്ട്, മുണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെയാണ് പുള്ളി ഇരിക്കേണ്ടായിരുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് ക്ലിക്കായില്ല, ഇതാണ് മാഡി സാർ എന്നുള്ളത് ക്ലിക്കായില്ല. നമ്മൾ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരുന്നു. ചിരിയും പല്ലൊക്കെയാണോ നമ്മുടെ മനസ്സിൽ? അത് പുള്ളി ആ നമ്പി സാറിൻ്റെ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷനിലായിരുന്നു ആ സമയത്ത്. ഞാൻ അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇൻറ്റിമിഡേറ്റഡ് ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു മാഡി സാർ എന്ന് പറയുന്നത് നമുക്കൊരു വെൽക്കമിങ് ഫേസ് ആണ്. പുള്ളിയുടെ ഭയങ്കര ഈ ഒരു ഫേസിൽ കണ്ടപ്പോൾ ഞാൻ കുറച്ചൊരു ഇൻറ്റിമിഡേറ്റഡ് ആയി. പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് നമ്മളെ കംഫർട്ട് ആക്കിയിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയും ആ ഒരു രീതിയിൽ തന്നെയാണ് പുള്ളി നമ്മളെ ഡീൽ ചെയ്തത്. അപ്പോൾ പക്ഷേ ഇത് കുറച്ചൊരു ടൈം എടുത്തു. ഇത് തന്നെയാണ് മാഡി സാർ എന്നുള്ളൊരു കാര്യം കൺവിൻസ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സെറ്റിൽ ഇപ്പോൾ അഭിനയിക്കാൻ ചെന്നപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റും ഏറ്റവും വലിയൊരു പാഠം ഒക്കെ എന്താ? ലെസൺസ്, നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ലെസൺസ് ഒക്കെ. മാഡി സാർ ടേക്ക് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയും, മൊമെന്റ് ഫോർ ദി ആക്ടർ എന്നൊരു സംഭവം പറയും. അത് കഴിഞ്ഞിട്ടാണ് റോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോസ്, കാരണം ഇതെല്ലാം ഭയങ്കര എടിപിടിയും സംഭവിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയില്ല എപ്പോഴാണ് ടെക്നിക്കൽ ക്രൂ റെഡി ആവുക എന്നുള്ളത്. അപ്പോൾ മിക്ക സെറ്റിലും പെട്ടെന്നായിരിക്കും ആക്ഷൻ എന്ന് പറയുന്നത്. മാഡി സാർ അങ്ങനെയല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം റെഡിയാണോ എന്ന് ചോദിക്കും. അതിനുശേഷം മൊമെന്റ് ഫോർ ദി ആക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു 5-10 സെക്കൻഡ് നമുക്ക് തരും. അതിനുശേഷം പുള്ളി ടേക്ക് എടുക്കുള്ളൂ. അപ്പോൾ അതെനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് കൂടെയുള്ള എല്ലാവരും പറയുന്നതും കേട്ടിട്ടുണ്ട്, എനിക്കും ഉണ്ടായിരുന്നു പേഴ്സണലി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൂ. എല്ലാവരും ഫോളോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ റോക്കറ്ററി എന്ന് പറയുന്ന ആ സിനിമയും അതിലെ ലേണിങ്സും ആ ക്യാരക്ടറുമാണ് എനിക്ക് പേഴ്സണലി ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരു കോൺഫിഡൻസ്, അതായത് ഇത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടിയാലും ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നത് ആ സിനിമയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ലേണിംഗ് കേർവിൽ ഒരു ഭയങ്കര ഒരു സ്റ്റീപ്പായിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, ഇത് എനിക്കൊന്ന് അടുത്ത കാലത്ത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഞാൻ എവിടെയാണ് വായിച്ചതെന്ന്. അടുത്ത കാലത്ത് മലയാളത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ഡിസ്കഷൻ വന്നൊരു ടോപ്പിക്കാണിത്. ഒരു സിനിമയുടെ എല്ലാ ഏരിയയിലും നമുക്ക് ടൈമുണ്ട്. പ്രീ പ്രൊഡക്ഷൻ നമ്മൾ ഇത്ര ടൈം വേണമെന്ന് ആ സംവിധായകൻ്റെ വിഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാത്തിനും സമയമുണ്ട്. പക്ഷേ ആക്ടറിന് മാത്രമാണ് സമയമില്ലാത്തത്. ആളോട് ഇപ്പം നമ്മളെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാലും റിഹേഴ്സൽ ചെയ്താലും കൂടിയും ആക്ടർ ആ ക്യാമറയുടെ മുമ്പിൽ പെട്ടെന്നാണ് മാറേണ്ടത് അല്ലേ? അപ്പോൾ അതുമായിട്ടൊന്ന് റെസണേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മാഡി സാറിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് ഭയങ്കര സൂപ്പറായിട്ട് തോന്നുന്നു. റിഹേഴ്സൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കാരണം ഇത് റോക്കറ്ററി ഷൂട്ട് ചെയ്ത് 3 ലാംഗ്വേജിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡബ് അല്ലായിരുന്നു, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി.
ആ സമയത്ത് പുള്ളി അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് അത് ചെയ്തത്. അപ്പോൾ ഒരു ഷോട്ട് തന്നെ 3 ലാംഗ്വേജിൽ എടുക്കണം. അപ്പോൾ 3 ലാംഗ്വേജിൽ നമ്മൾ സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലൊന്നിലും നമ്മുടെ മാതൃഭാഷയില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ആയിരുന്നു, അത് കഴിഞ്ഞ് ഹിന്ദി ആയിരുന്നു, പിന്നെയാണ് തമിഴ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതൊരു എന്താ പറയുക, അത് ഈ പറഞ്ഞ പോലെ ഒരു ലേണിംഗ് ആയിരുന്നു. അപ്പം നമുക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്ത് കിട്ടിയാലും ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്ന്. അതിൽ ഏതെങ്കിലും ഒരു ചെറിയ ഡയലോഗ് ആ 3 ഭാഷയിലൊന്ന് പറയൂ. അത് വളരെ കഷ്ടപ്പെട്ട് മറന്നതാണ്. കാരണം 3 ഭാഷയിൽ ഇപ്പോൾ പറയാൻ സത്യം പറഞ്ഞ ഓർമ്മയില്ല. 2019 ചെയ്തതാണ്. അപ്പോൾ ഒരു 6 വർഷമായി. ഓക്കെ ശരി. അപ്പോൾ മാധവൻ സാറിൻ്റെ അദ്ദേഹം അവിടെ ഡയറക്ടറാണ്, അദ്ദേഹം അവിടെ ആക്ടറുമാണ് അല്ലേ? അപ്പം ആ സ്വിച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു ചാമിങ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? കാരണം അതൊക്കെ ചെയ്യാൻ കുറച്ച് പാടല്ലേ? അതെ, ഞാൻ ചോദിച്ചതാണ് പുള്ളിയോട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കോസ്റ്റ്യൂമിലായിരിക്കും, എന്നിട്ടായിരിക്കും ഡയറക്ടർ ചെയറിൽ വന്നിരിക്കുക, എന്നിട്ടായിരിക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ചിലപ്പോൾ ക്രൗഡ് കൺട്രോൾ വരെ പുള്ളി ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചാണ് പുള്ളിയോട്, അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ക്യാരക്ടർ എങ്ങനെയാണ് പിടിക്കുന്നത്, അപ്പോൾ സാറിന് ടൈം വേണ്ടതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ കുറേ കൊല്ലമായിട്ട് ഇത് എഴുതും, ഇതിൻ്റെ എല്ലാ ക്യാരക്ടറിൻ്റെ എല്ലാ ലൈനും എനിക്കറിയാം, അത് 3 ഭാഷയിൽ പുള്ളിക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ചോദ്യം പുള്ളിയോട് ഇപ്പോൾ ചോദിച്ചാൽ പുള്ളി 3 ഭാഷയിൽ ചിലപ്പോൾ ഡയലോഗ് പറയും. അപ്പോൾ പുള്ളി എന്നോട് അതാണ് പറഞ്ഞത്, എനിക്ക് സെക്കൻഡ് നേച്ചർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ടൈം കൺസ്ട്രെയിൻറ്റും ഉണ്ട്, അതുകൊണ്ട് പുള്ളി ചെയ്യുന്നു. ഓക്കെ. അപ്പം നമ്മുടെ ഉണ്ണി എന്ന ക്യാരക്ടർ ആവാൻ ഉള്ള ആ ഒരു അവസരം അതെങ്ങനെ കിട്ടിയത്? എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ബിജോയ് നമ്പ്യാർ സാർ പുള്ളിയാണ് സജസ്റ്റ് ചെയ്തത്. അതായത് ഇവർ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ നോക്കിയിരുന്നു 3 ലാംഗ്വേജ് സംസാരിക്കുന്ന ആക്ടേഴ്സ് ആരൊക്കെ ഉള്ളതാണ്. ബിജോയ് സാറിൻ്റെ കൂടെ ഞാനൊരു സോളോ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തതാണ്. അപ്പോൾ പുള്ളിക്ക് തന്നെ അറിയായിരുന്നു. ഇങ്ങനെ ഞാൻ അതിനുശേഷം ബോംബെയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്ക് തമിഴ് അറിയാം, അപ്പോൾ അത് വെച്ചിട്ടാണ് ബോംബെയിൽ പിടിച്ചേക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ സജസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു, പുള്ളി എന്നെ വിളിച്ചിട്ട് ഓഡിഷൻ ചെയ്തായിരുന്നു. അത് ഞാൻ സെൽഫ് ടെസ്റ്റ് അയച്ച് കൊടുത്തിട്ട് മാഡി സാറിന് രണ്ടാമത് ഓഡിഷൻ ചെയ്യാനാണ് മാഡി സാറിനെ കാണാൻ ആദ്യമായിട്ട് പോയത്. അങ്ങനെ പുള്ളി അത് ഫിക്സ് ചെയ്യാണ്. പക്ഷെ ഞാൻ ഓഡിഷൻ ചെയ്ത് പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇൻറ്റിമിഡേറ്റഡ് ആയി പോയിരുന്നു. എന്നിട്ടാണ് ഓഡിഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്ത ഓഡിഷൻ എനിക്കത്ര കൺവിൻസിങ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ആ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഇനിയിപ്പോൾ എന്താ അറിയില്ല, കിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പുള്ളി നല്ല മാഡി സാറിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോഴും ഞാൻ കൺവിൻസ്ഡ് അല്ലായിരുന്നു. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലോക്ക്ഡൗൺ എന്നുള്ളത്. ലോക്ക്ഡൗൺ പറഞ്ഞു എനിക്ക് വയ്യ ദ മൊമെന്റ് അല്ലേ. പക്ഷെ ഞാൻ ഈ താങ്കളെ കുറിച്ച് പഠിച്ചതിന് ഈ സോളോ എന്നൊരു സംഭവം കിട്ടിയില്ല. കാരണം ഒരു ദുൽഖറിന്റെ കൂടെ ഓൾറെഡി ഒരു അനുഭവം ഉണ്ടല്ലേ, ദുൽഖർ പാട്ടായ സിനിമയിൽ ഓൾറെഡി ഒരു അനുഭവം ഉണ്ട് സോളോ. ആക്ച്വലി ഞാൻ പുള്ളിനെ അതിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്, ലോക്കയിൽ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല അല്ലേ. സോളോയിൽ എന്തായിരുന്നു, ഐ മീൻ ഏത് ഇതിലായിരുന്നു? സെഗ്മെന്റിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഡിക്യു മുടി നീട്ടി വളർത്തിട്ടൊരു അതിനകത്തായിരുന്നു. അതിനകത്ത് എന്നോട് കാസ്റ്റിംഗിൽ എന്നോട് പറഞ്ഞത് ഡിക്യുവിന്റെ ഗേൾഫ്രണ്ടിന്റെ ഡിക്യുവിന്റെ ലവ് ഇൻട്രസ്റ്റിന്റെ ബോയ് ഫ്രണ്ടാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഡിക്യുവിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ അതൊരു പുള്ളിയുടെ ഒരു ഇൻട്രോ സീനിൽ അങ്ങനെ വേണം ഒരു ഇൻട്രോ, ഈ പുള്ളിനെ വന്ന് ഇടിക്കുന്നതാണ്. അപ്പൊ അതിൽ ഇടികൊള്ള ഓടുക എന്നുള്ളതായിരുന്നു അതിനകത്ത് മെയിൻ. ഡിക്യുവിനെ ആ സെറ്റിലാണ് കാണുന്നതല്ലേ? അതെ. എന്തെങ്കിലും ഒരു മൊമെന്റ് ഷെയർ ചെയ്യാനുണ്ടോ, എന്തൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? കുറെ ഉണ്ട്, എങ്ങനെ ഷെയർ ചെയ്യുമെന്ന് അറിയില്ല. കാരണം പുള്ളി ഭയങ്കര സ്വീറ്റായിരുന്നു. പുള്ളിനെ കുറിച്ച് കേട്ടതും ഞാൻ അനുഭവിച്ചതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പുള്ളി എന്താ പറയാ, എന്നോട് പറഞ്ഞനുസരിച്ച് പുള്ളി ആ സെറ്റിന്റെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടില്ലായിരുന്നു, എന്തോ പേഴ്സണൽ എന്തോ കാര്യങ്ങളായിട്ട്. അപ്പോൾ പക്ഷെ എന്നിട്ട് പോലും പുള്ളിയുടെ ഒരു അവയർനെസ് ഉണ്ടല്ലോ ബാക്കി തൊട്ടടുത്ത് നിൽക്കുന്ന ആക്ടേഴ്സിന്, അതും ചെറിയ ആക്ടേഴ്സിനെ പറ്റി പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ ചെറിയ റോൾസ് ചെയ്യാനാണ് അതിനകത്ത് പോയിരിക്കുന്നത്. അങ്ങനത്തെ കുറേ പേരുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ പുള്ളി എനിക്ക് ആ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടായിരുന്നു കാലിന്. അപ്പോൾ ബിജോയ് സാറിൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ രണ്ട് തെറ്റ് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രൈക്ക് 3 നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പേടിയായിരുന്നു ഇത് പറയാനായിട്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഓടണോ അതിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാണ്ടാണ് ഇത് ചെയ്തത്. അയ്യോ, അന്നത്തെ ഒരു ഭയങ്കര നൈവായിരുന്നു ആ സമയത്ത്, തുടങ്ങിയ സമയമാണ്. അപ്പോൾ ഒരു ബാൻഡേജ് ഒക്കെ കെട്ടി, ഇത്ര നീരുണ്ട്, അങ്ങനെ ഷൂ നിൽക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഡിക്യു എൻ്റെ മേല് കയറി എന്നെ ഇടിക്കുന്ന ഒരു സീനാണ്. അടിപൊളി. ഇതൊരു കോളേജിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് പിള്ളേരുണ്ട്, അവർ വന്ന് നമ്മളെ പൊതിയുന്നത്, അങ്ങനത്തെ ഒരു സീനാണ്. ആ സീനിൽ പുള്ളി ഇത് കണ്ടു, ഇവൻ്റെ കാല് ഇത്ര നീരുണ്ടെന്ന്. പുള്ളി എൻ്റെ മേലിൽ തിന്നിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് കാലിങ്ങനെ പിടിച്ച്, അതായത് ഈ പിള്ളേർ വരുമ്പോൾ സ്റ്റാമ്പേഡ് ആവാണ്ടിരിക്കാൻ, എൻ്റെ കാൽമ ചവിട്ടാണ്ടിരിക്കാൻ വേണ്ടി പുള്ളി അതിങ്ങനെ പിടിച്ച് വെച്ചേക്കായിരുന്നു.
അപ്പോൾ അത് ആള് മാത്രമേ അത് ശ്രദ്ധിച്ചുള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ 2 ലെജൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദീക്കു എടുക്കുകയാണെങ്കിൽ സോളോ, ഇപ്പം ലോക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ മഹേഷ് നാരായണൻ എടുക്കുവാണെങ്കിൽ ടേക്ക് ഓഫ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തലവര അല്ലേ, തലവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ലെജൻസിനോട് മാത്രമേ അസോസിയേറ്റ് ചെയ്യുന്ന പോലെ നിർബന്ധമുണ്ടോ? അങ്ങനെയുണ്ടോ? കാരണം ഞാൻ നോക്കിയപ്പോൾ എല്ലാ പടങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയങ്കര ശ്രദ്ധ പിടിവിട്ട, എസ്പെഷ്യലി നമ്മൾ 12th ഫെയിലൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ തിയേറ്ററിലൊക്കെ ഇരുന്ന് കണ്ട് അങ്ങ് കോരി തെരിച്ച പടമാണ് 12th ഫെയിലൊക്കെ. അതെ, ലെജൻഡ് വിക്രാന്ത്. അപ്പോൾ എങ്ങനെയായിരുന്നു മഹേഷ് നാരായണൻ ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ക്യാമറയുടെ മുമ്പിൽ വരുന്ന ടേക്ക് ഓഫ് അല്ലേ? ഓക്കെ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? ഫസ്റ്റ് ചാൻസ് ആയിരുന്നു മഹേഷ് ഏട്ടനാണ്. അപ്പോൾ അറിയായിരുന്നു നേരത്തെ മഹേഷ്? ഇല്ല, എൻ്റെ ഒരു സീനിയർ ഉണ്ട് അൻസാർ ഷാ, സിനിമാറ്റോഗ്രാഫർ. പുള്ളി വഴി എനിക്കൊരു ഓഡിഷൻ കിട്ടിയതാണ്. മഹേഷ് ഏട്ടൻ്റെ തൃക്കാക്കരയുള്ള ഒരു ഫ്ലാറ്റിൽ പോയിട്ട് ഞങ്ങൾ ഓഡിഷൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊള്ളാടാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ടേക്ക് ഓഫ് ഓൺ ആയിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മഹേഷ് നാരായണനാണ്, മറ്റേ എഡിറ്റർ. എനിക്കറിയാം, എൻ്റെ നമ്പറുണ്ട്. എടാ, ഇന്ന ഒരു പടം ഉണ്ട്, അതിനകത്തൊരു റോള് നീ ഒന്ന് വന്ന് ചെയ്യാൻ പറ്റുമോ? ഞാൻ വരാം. അങ്ങനെയാണ് ടേക്ക് ഓഫിലോട്ട് പോകുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളൊക്കെയായിരുന്നു. നമ്മൾ ഫിലിം സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിൽ ആദ്യമായിട്ട് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് പുള്ളി ചെയ്ത ഒരു സാധനമാണ്. പിന്നെ അതിനകത്തൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദൊക്കെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ അപ്പുറത്ത് നിന്നിരുന്നത്. പുള്ളി ഷോട്ടിലില്ലെങ്കിലും എൻ്റെ ഓപ്പോസിറ്റ് നിന്നത് പുള്ളിയാണ്. അപ്പോൾ അത് രണ്ടും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്പീഷീസിൽ പെട്ട ആളാണ് താങ്കളും തോന്നുന്നത്. കാരണം ലാസ്റ്റ് അമംഗ് ഫ്യൂ എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൃഥ്വിരാജൻ ഒരിക്കൽ ഓൾറെഡി പറഞ്ഞു, റീലൊക്കെ ചെയ്ത് പേടി മാറി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളൊക്കെ ആദ്യമേ ക്യാമറ കണ്ടിട്ട് പേടി മാറിയവരാണ്. അപ്പം അത് ആ ഒരു എന്താ പറയുക സീരീസിൽ ഉള്ള ലാസ്റ്റ് ജനറേഷനിൽ പെട്ട ആളാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം അങ്ങനെ റീൽസ് ഒക്കെ ചെയ്ത് ആഡ്സ് ഒക്കെ ചെയ്ത് കയറേണ്ട കാര്യം വന്നിട്ടില്ല അല്ലേ? നമ്മുടെ സമയത്ത് ആകെ ഉള്ള ഒരു സംഭവം ഡബ് സ്മാഷ് ആയിരുന്നു. അതെ, അത് പക്ഷെ അങ്ങനെ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം ആയിരുന്നു. പക്ഷെ എല്ലാം റിലേ ചെയ്യില്ലല്ലോ, സിനിമയ്ക്ക് വേണ്ടി ആ റിലേ അങ്ങനെ ചെയ്യാം. ഇല്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു മേജർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് ചോദിക്കുക, അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യുക എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഫിലിം സ്കൂളാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്തൊരു സംഭവം. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തില്ല. അതിനും ഭേദം നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയേക്കാം എന്നുള്ളൊരു തോട്ട് വന്നായിരുന്നു. ചില ആംഗിൾസെങ്കിലും നമുക്ക് ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ തിയേറ്ററൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹൈദരാബാദ് വർക്ക് ചെയ്യാൻ പോയ സമയത്ത് അവിടെ ഒരു തിയേറ്റർ ഗ്രൂപ്പിനോട് ചെയ്തിട്ടുണ്ട്, സമാഹാര. അപ്പോൾ ഞാൻ ഒരു നാടകം ചെയ്ത് 2 പ്രാവശ്യം നമ്മൾ ഷോ ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞായിരുന്നു. 2ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ അത് കിട്ടിയില്ല. അത് എനിക്ക് സ്വയം തോന്നി അത് ശരിയായില്ല എന്ന് തോന്നി. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് വരുന്ന ആക്ടേഴ്സിന് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, കാരണം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവം. അപ്പോൾ അത് ഇങ്ങനെ നോക്കി ഓരോ ആക്ടേഴ്സിൻ്റെ എന്താ പറയുക ഹിസ്റ്ററിയൊക്കെ പഠിച്ച് വരുമ്പോഴാണ് മിക്കവരും, പ്രത്യേകിച്ച് ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ ലേൺഡ് ആക്ടേഴ്സാണ്, എവിടെയെങ്കിലുമൊക്കെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടുത്തെ അങ്ങനെയാണ് FTIനെ കുറിച്ച് അറിയുന്നത്. അവിടുത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ നസറുദ്ദീൻ ഷാ, രാജ്കുമാർ റാവു, അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വഴിയാണ് എന്നുള്ളൊരു സാധനം മനസ്സിലായത് അവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു, ഇത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, പക്ഷേ ഇത് കിട്ടിയാൽ ഓക്കെ ഈ ഒരു വഴി തിരഞ്ഞെടുത്തോളൂ എന്നുള്ളൊരു എന്നോട് തന്നെ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഫിലിം സ്കൂളിൻ്റെ ഒരു എന്താ പറയുക എക്സാം എഴുതുന്നത്. അത് കിട്ടിയപ്പോഴാണ് ഇനി ഇതിലോട്ട് പോകണം എന്നുള്ളൊരു മേജർ ഡിസിഷൻ പോയിന്റ് വന്നത്. എഞ്ചിനീയറിംഗ് ഇത് പിന്നെ ക്ലീഷയാണ്. നമുക്ക് പിന്നെ വേറെ ഒരു പ്രൊഫഷൻ, നഴ്സിംഗ് പഠിച്ചത് അല്ലെങ്കിൽ എന്താ പറയുക കോളേജ് അധ്യാപകനായ എന്നൊക്കെ ജഗദീശോടൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ ഇപ്പം സ്ഥിരമാണ് എഞ്ചിനീയറിംഗ് പഠിച്ച ഉണ്ണി എങ്ങനെയാണ് സിനിമയിലെ ഉണ്ണിയായത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എഞ്ചിനീയറിംഗ് എനിക്ക് തോന്നുന്നു അത് ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് പഠിക്കാനുള്ളൊരു കോഴ്സാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും അങ്ങനെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സംഭവമാണ് എഞ്ചിനീയറിംഗ്. അപ്പം അങ്ങനെയും പോകുന്നുണ്ട്. നമുക്കറിയില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പിടുത്തമില്ലാത്ത സമയത്ത് പോകുന്നതാണ്. അപ്പം ഞാനൊരു ആവറേജ് എഞ്ചിനീയർ ആയിരുന്നു. അതിന് ശേഷമാണ് ഇതിലോട്ടാണ് താല്പര്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഫിലിം സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ സിനിമയുടെ കുറച്ച് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, അതായത് സൗണ്ടിൻ്റെ ആയാലും ക്യാമറയുടെ ഒക്കെ ആയാലും. അപ്പോൾ അവിടുത്തെ ആ ക്ലാസ്സുകളിലൊക്കെ ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആയിരുന്നു മുന്നിൽ നിൽക്കുന്നത്. ശരി, ഓക്കെ. അപ്പം ഈ ഫിലിം സ്കൂളിലെ അനുഭവം
അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവിടുത്തെ ഗുരുക്കന്മാരൊക്കെ ആരായിരുന്നു? ടോം ഓൾട്ടർ സാറ്, പുള്ളി ഒരു ലെജൻഡാണ്. പിന്നെ ബെഞ്ചമിൻ ഗിലാനി, ആദിൽ അമൻ സാറ്, ഇവരൊക്കെ ബോളിവുഡിലൊക്കെ എന്താ പറയുക ആ കാലത്തെ അത്രയും നല്ല ആക്ടേഴ്സാണ്. പിന്നെ ജിജോയ് സാറ്, പിന്നെ ഒരു പുഷ്പേന്ദർ സാറ്, അങ്ങനെ കുറച്ച് പേരായിരുന്നു. ഈ പുഷ്പേന്ദർ സാറാണ് ആക്ച്വലി എനിക്കവിടെ കിട്ടാൻ, ഞങ്ങളെപ്പോലുള്ളവർക്ക് അവിടെ കിട്ടാനുള്ളൊരു ചാൻസ് പുള്ളിക്കാരനാണ്. കാരണം ആ കൊല്ലത്തെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വന്ന് ചേരാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ടാണ് നമ്മളൊക്കെ പോയത്. അപ്പോൾ ആ വർഷം പുള്ളി തീരുമാനിച്ചത് ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം ഈ ഒരു ഗ്രൂപ്പിനെ. 12 പേരുടെ ഗ്രൂപ്പാണ്. അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ, കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ, അതായത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവണം, ഇതായിരുന്നു മാനദണ്ഡം. അപ്പോൾ അത് പുള്ളിയുടെ ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പുള്ളിനെ താങ്ക് യു പറയണം. ഓക്കെ, എന്നിട്ട് അവിടെ പോയിട്ട് കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാവണമെന്ന് പഠിച്ചോ? ഞാനും ആക്ച്വലി ഞാൻ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു എന്തിനാണ് ഇവിടെ വരുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉത്തരവ് ഇതാണ്, എനിക്ക് കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അഭിനയിക്കാനൊക്കെ അറിയാമെന്ന് തോന്നുന്നു, ഇതെങ്ങനെയാണ് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ സിനിമ അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് അതാണ്. ഒരു ഷോട്ട് തന്നെ ഒരു 10 ടൈപ്പിലെടുക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ലാംഗ്വേജിൽ എടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ അതിന് ഒരു ആക്ടർക്ക് എപ്പോഴും ആ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കൊടുത്തേ മതിയാവും, അല്ലെങ്കിൽ എഡിറ്റർ അവിടെ ഇരുന്ന് വെട്ടിക്കളയും പറ്റും. അപ്പോൾ അതെങ്ങനെ പഠിക്കും എന്നറിയാനാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന് പറയുന്നത്. ഒരു പക്ഷേ അതായിരിക്കണം എന്നെ എടുക്കാനുള്ള കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേറൊരു എക്സ്പീരിയൻസ് നമുക്കില്ല. അപ്പോൾ അത് പിന്നെ ടോം ഓൾട്ടർ സാറ് ഞാൻ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യം നിങ്ങൾക്കൊരു 10-20 വർഷത്തിന് ശേഷം ശരിക്കും എന്തിനാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ അന്ന് പറയും സാർ അങ്ങനെ പറയരുത്, ഡീമോട്ടിവേറ്റിംഗ് ആണ്. പക്ഷേ പുള്ളി പറഞ്ഞത് ശരിയാണ്, നമ്മളതൊരു ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് ഈ സംഭവം അന്ന് പഠിച്ചത് ഉപയോഗിച്ചാൽ ഇവിടെ ചിലപ്പോൾ യൂസ്ഫുൾ ആവുമല്ലോ എന്നുള്ളൊക്കെ ഒരു ചിന്ത വരുന്നതും. ഞാനൊരു പോയിന്റ് കഴിഞ്ഞിട്ട് റീലേൺ ചെയ്യായിരുന്നു. ഫിലിം സ്കൂൾ കഴിഞ്ഞു, ഓക്കെ ആക്ടറായി എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് പണിയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു റീലേണിംഗ് ഉണ്ടായിരുന്നു, പുസ്തകം വായിച്ച് വീണ്ടും അന്ന് പഠിച്ചതൊക്കെ എന്തിനാണെന്നുള്ളത് ഒരു ചിന്ത അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കൺസിസ്റ്റൻസി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഉണ്ട്, കുറച്ച് കോൺഫിഡൻസ് ആയി. തീർച്ചയായും. ഓക്കെ, അപ്പോൾ ഈ സാധാരണ നമ്മളിപ്പോൾ പൂന എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്വപ്നം കാണുന്നത് ഹിന്ദി ഫിലിംസ്, ഹിന്ദി വെബ് സീരീസ് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണോ, ആ ഒരു ട്രാക്കിൽ തന്നെയാണോ ബോംബെയിൽ നിൽക്കാൻ തീരുമാനിച്ചത്? ഒരിക്കലും അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ നമുക്കൊരു ചാൻസ് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് ശരി. മലയാള സിനിമയിൽ തന്നെ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. ഡീമോട്ടിവേറ്റ് ചെയ്തത്. പക്ഷേ വെച്ചാൽ നമ്മുടെ ഹിന്ദി അത്ര നല്ലതൊന്നുമല്ല. ഹിന്ദി ഇപ്പോഴും കാണാതെ പഠിച്ചിട്ടാണ് ഡയലോഗ് പറയേണ്ടത്. കാരണം അതിൻ്റെ ഗ്രാമറിൽ ഈ ഒരു സ്ത്രീലിംഗ് പുല്ലിംഗ് സംഭവമുണ്ട്. അത് നമുക്ക് എനിക്കൊന്നും മലയാളികൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് പറ്റിയിട്ടില്ല എത്ര നാളായിട്ട്. അവരുടെ കാ കേ കീ ഒക്കെ പ്രയോഗമൊക്കെ ഇപ്പോഴും അറിയില്ല. അപ്പം ഞാനത് ഭയമായിട്ട് പഠിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ വെച്ച് അന്ന് അതിനേക്കാളും കഷ്ടമായിരുന്നു. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഹിന്ദിയിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം മലയാളത്തിലോട്ട് വരിക, അല്ലെങ്കിൽ മലയാള സിനിമയായിരുന്നു എപ്പോഴും ആഗ്രഹം. അങ്ങനെ വന്ന് ഇവിടെ കുറേ നാൾ വെറുതെ നടന്നപ്പോൾ അവിടെ ഒരു വർക്ക് യാദൃശ്ചികമായിട്ട് കിട്ടിയതാണ്. അതും തമിഴ് സംസാരിക്കാൻ അറിയാവുന്നു. അങ്ങനെ അവിടെ പോയി അവിടെ ഇതൊരു പ്രൊഫഷനായിട്ട് ഇതൊരു ജീവിക്കാൻ പോകുന്ന ഒരു ഒരു സാമ്പത്തിക വ്യവസ്ഥ തരുന്ന ഒരു സംഭവമായിട്ട് മനസ്സിലായത് ബോംബെ പോയപ്പോഴാണ്. അങ്ങനെയാണ് അവിടെ കൂടുന്നത്. നമ്മുടെ 12th ഫെയിലിലെ കളക്ടർ ക്യാരക്ടർ, ഓക്കെ, അതിന് അഭിപ്രായം പിന്നെ പറയാം. പക്ഷെ ആ ക്യാരക്ടർ എങ്ങനെയാണ് അതിലേക്ക് ലാൻഡ് ചെയ്തതും, അതുപോലെ തന്നെ അതും നമ്മുടെ മെയിൻ ഹീറോ അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് അഭിനയിക്കേണ്ടിയും കൂടി വന്നതല്ലേ? അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കൊന്ന് ബോംബെയിൽ എല്ലാ വർക്കും കിട്ടുന്നത് ഓഡിഷൻ വഴിയാണ്. എനിക്ക് അറ്റ്ലീസ്റ്റ് ഇതും ഓഡിഷനായിരുന്നു. അവിടെ മുകേഷ് ചാബ്ര എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. പുള്ളിയുടെ ഞാൻ അവിടെ പോയപ്പോൾ ആദ്യമായിട്ട് പോയപ്പോൾ എല്ലാവരും അടുത്ത് പോയിട്ട് എൻ്റെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മെയിൽ അയച്ച് അവരെ പോയി മീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു റുട്ടീനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് നാട്ടിലോട്ട്. അപ്പോൾ അത് ഇതുപോലെ അവർക്ക് അറിയാം FTL പഠിച്ച ആക്ടർ എന്നുള്ളത്. അതിൻ്റെ ഒരു ബഹുമാനം അവർ തരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണം. കാരണം നമുക്ക് മുന്നുള്ള ആൾക്കാർ ചെയ്തു വെച്ചതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് എന്നെ ഓഡിഷൻ ചെയ്തതാണ്. ആ ഓഡിഷൻ വിധു സാറ് കണ്ടപ്പോൾ പുള്ളിക്ക് എന്തോ, ഞാൻ ആ ഓഡിഷൻ ചെയ്തപ്പോൾ എന്തോ ഒരു ഡോർ, അടച്ചിട്ട ഡോർ ഇങ്ങനെ തുറന്നിട്ട് ഒരു മനോജിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു സീനാണ് ചെയ്തത്. ചെയ്തത് പുള്ളിക്ക് എന്തോ ഇഷ്ടപ്പെടുകയും പുള്ളി പറഞ്ഞു ഇവൻ മതി എന്ന് അത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എന്നാണ് എന്നോട് കാസ്റ്റിംഗ് ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് അത് കണ്ടപ്പോൾ അത് ഇവൻ കൊള്ളാലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സാം മോഹൻ. ദീപ് മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സാം മോഹൻ. പുള്ളി അങ്ങനെ പറഞ്ഞു ഇവൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്താണ്. എന്നിട്ട് ഞാൻ വിധു സാറിനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോഴാണ് ഈ ക്യാരക്ടർ എന്താണെന്നും ബാക്കി ഡീറ്റെയിൽസൊക്കെ പുള്ളിയാണ് പറഞ്ഞത്.
ഓക്കെ, വിക്രാന്തായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതെങ്ങനെയായിരുന്നു? വിക്രാന്തിനെ ഞാനൊരു ഹോട്ടലിൽ വെച്ചാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കുമ്പോൾ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ അത് വിക്രാന്ത് മാസിയാണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. പുള്ളി അങ്ങനെയാണ്. പുള്ളി കുറച്ച് ഈ പറയുന്ന പോലെ ആ ക്യാരക്ടറായിട്ട് ആ ജീവിക്കുന്ന ഒരു പരിപാടിയുണ്ട് പുള്ളിക്ക്. പുള്ളിയുടെ ഒരു മെത്തേഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി ഒരു സാധാ ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ വെട്ടി ഒരു പയ്യൻ അതിലെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇതിൻ്റെ DA ആണ് പറഞ്ഞത്, ഇതാണ് വിക്രാന്ത് മാസി കേട്ടോ എന്ന് പറഞ്ഞു. കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയാം. പുള്ളി അഭിനയിക്കുമ്പോൾ പുള്ളി കുറച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ആ സീനിൽ എന്തൊക്കെയോ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇംപ്രവൈസ് ചെയ്തതിനെ തിരിച്ച് അതേപോലെ തന്നെ ഇംപ്രവൈസ് ചെയ്ത് റെസ്പോൺസ് കൊടുക്കാൻ എനിക്ക് 1-2 സ്ഥലത്ത് പറ്റാണ്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഇത് പറ്റുന്നില്ല എന്ന് ഉള്ളൊരു അവിടെ കട്ട് ചെയ്യേണ്ടി വന്നു സാധനം. അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി. അപ്പോൾ ആ ടെൻഷൻ മാറ്റിയത് ഇവരൊക്കെ തന്ന ഒരു സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ വിധു സാറും വിക്രാന്ത് മാസി എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ ഞാൻ മറ്റേ പോലെ തന്നെ പറയണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ പഠിച്ച് പറഞ്ഞോളാം. ആ ഒരു രീതിയിൽ കോ ആക്ടറിനെ ഭയങ്കര കംഫർട്ടാക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെ അതൊരു നമ്മളെ പറയത്തില്ലേ ഒരു കൊളീഗ് സ്നേഹം, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ആസ് എൻ ആക്ടർ വേറൊരു ആക്ടറിനെ നോക്കി കാണുന്ന പോലെ വിക്രാന്തിനെ എങ്ങനെയാണ് എത്രത്തോളം ഫാസിനേറ്റഡ് ആയിട്ടുണ്ട്, എത്രത്തോളം ഇൻസ്പയർഡ് ആയിട്ടുണ്ട്? അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു കൊളീഗ് സ്നേഹമല്ല. അപ്പോൾ ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോ ആക്ടറാണ് നമ്മുടെ സീനിൽ നമ്മുടെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ കോ ആക്ടറാണ്. നമ്മുടെ കോ ആക്ടറിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ് നമ്മളുടെ ആക്ടിങ്ങിനെ കുറച്ചും കൂടി നല്ലതാക്കുന്നത്. ഇത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് വിക്രാന്ത് മാസി. അപ്പോൾ അതിന് പുള്ളി എന്താ പറയുക, നമ്മളെ കംഫർട്ടാക്കാൻ എന്നുള്ളത് പുള്ളിയുടെ തന്നെ ഒരു ആക്ടിങ് ഇതായിട്ട് പുള്ളി ചെയ്യും അത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പുള്ളിയുടെ നിന്ന് പഠിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളെക്കാളും ജൂനിയർ ആയിട്ടൊരു ആക്ടർ കൂടെ അഭിനയിക്കുമ്പോൾ പുള്ളിക്കൊരു ടെൻഷൻ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു ഉത്തരവാദിത്വമായിട്ട് കാണുന്ന ഒരാളാണ്. അത് എനിക്കും അത് അങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ സ്പെസിഫിക്കലി ചോദിച്ചത് ആക്ടിങ്ങിനെ കുറിച്ചാണ്. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെല്ലാം ഒരുവിധം ലെജൻസിൻ്റെ പാത്തിലൂടെ പോകുന്ന അല്ലെങ്കിൽ അവിടെ എത്താൻ 100% ചാൻസ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ലാലേട്ടൻ എടുത്താലും അല്ലെങ്കിൽ മമ്മൂക്ക എടുത്താലും അവരെല്ലാവരും കോ ആക്ടേഴ്സിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വേറെ ഒട്ടും ഇറിറ്റേറ്റഡ് ആവത്തേ ഇല്ല എന്നാണ് ഞാനിപ്പോൾ ഇൻ്റർവ്യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം. പക്ഷേ ആസ് എൻ ആക്ടർ വിക്രാന്ത് വെച്ചാൽ ആക്ടിങ് സ്റ്റൈല് എന്തോ ഡിഫറൻസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ ഞാനൊരു എക്സൈറ്റ്മെൻറ്റ് ചോദിച്ചതാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി ചോദിക്കുന്നത്. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ടത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴാണ് ഈ പറഞ്ഞ ഒരു മാജിക്ക് നമുക്ക് മനസ്സിലാവുന്നത്. നേരിട്ട് വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ തോന്നുന്നത്. അങ്ങനെയാണ് നമുക്ക് തോന്നുക. പക്ഷെ ഇത് എല്ലാം കഴിഞ്ഞൊരു ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോഴാണോ വിക്രാന്ത് ഇതൊക്കെയാണ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഫുൾ കോണ്ടെക്സ്റ്റ് അറിയുമ്പോഴാണ്. ഇപ്പം ഞാൻ വിക്രാന്തിനെ ആ ഒരു ഒറ്റ സീനിലാണ് കണ്ടേക്കുന്നത്. ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് ഞാനൊന്നും വായിച്ചിട്ടില്ല. അപ്പോൾ വിക്രാന്ത് ഇതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്, അതിന്റെ വാല് പിടിച്ച് പുള്ളി ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലായത് ഇത് മൊത്തം കണ്ടപ്പോഴാണ്. അപ്പൊ അപ്പോഴാണ് ശരിക്കും ആ ഒരു അഡ്മിറേഷൻ നമുക്ക് വരുന്നത്. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ അടുത്ത് പോയി പറയുന്നത്, നിങ്ങൾ കിട്ടലാണെന്നുള്ളൊരു സംഭവം പറഞ്ഞത്. അപ്പൊ പുള്ളിയുടെ എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പുള്ളി ഒരു പോലീസുകാരനോട് പുള്ളിയുടെ കൂട്ടുകാരൻ എന്തോ പിടിച്ചകത്തിട്ടേക്കാണ് വിടിവിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ പുള്ളിയുടെ ഒരു മാറ്റമുണ്ട്. അത്രയും നേരം കണ്ട ഒരു മനോജല്ല അവിടെ IAS ആയി എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നത് അവിടെ, അല്ല IPS ആയി എന്നുള്ളൊരു തോന്നൽ വരുന്നത് ശരിക്കും അവിടെയാണ്. കുറച്ചൊരു മാസ് സീനാണത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര കൺവിൻസിങ്ങും ആയിരുന്നു. അതേസമയം നമുക്കൊരു രോമാഞ്ചം പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ആ ഫീലിംഗ്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞത് അതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ അതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൺഗ്രാജുലേഷൻ പറയാൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു മാജിക് നമ്മൾ ഈ ഒരു അഡ്മിറേഷൻ വരുന്നത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് സിനിമയിൽ കാണുമ്പോഴാണ്. ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പം ലാലേട്ടനെ പറ്റി പറയുന്നത് അങ്ങനെയാണല്ലോ, പുള്ളി ചെയ്യുന്നത് നമുക്കൊന്നും തോന്നില്ല എന്നല്ലേ പറയുന്നത്, അതുപോലെയൊക്കെ തന്നെ. സോ ഇനി നമുക്ക് ലോകയിലിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷം ലോകയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ജയസൂര്യ സാറിൻ്റെ കടമറ്റത്ത് കത്തനാറിന് ഫിലിം വരാൻ പോവാണ്. അതിൻ്റെ പിൻതലമുറക്കാരനായിട്ട് ലോകയിൽ അഭിനയിച്ചേക്കുവാണ്. അതും ഭയങ്കര ഈ പോസ്റ്റേഴ്സ് ആയാലും ശരി, അതിൽ സീനിൽ കാണുമ്പോഴായാലും ശരി, കറക്റ്റ് നമുക്കൊരു ദിവ്യത്വമുള്ളൊരു ഫേസ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കത് ആ ഒരു പിൻതലമുറക്കാരനാണ് എന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് എങ്ങനെയാണ് ഇത്ര കറക്റ്റ് കാസ്റ്റിംഗ്? ഞാൻ ഓൾറെഡി വിവേകിനോട് ബാക്കി കാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ചോദിച്ചു. കൃത്യമായിട്ട് കറക്റ്റ് കാസ്റ്റിംഗ് ആണ് ലോകയുടെ എല്ലാവരും. എങ്ങനെ ഇതിനകത്ത് വന്ന് ചാടി? വിവേക് തന്നെയാണ് കാരണം. അത് ശരി, പുള്ളി തന്നെ വിളിച്ച് പുള്ളി തന്നെ കഷ്ടപ്പെട്ട് കാസ്റ്റ് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്കും കുറച്ച് റിലക്റ്റൻസ് ഉണ്ടായിരുന്നു, കാരണം ഇതൊരു ചെറിയ ക്യാരക്ടറാണ്, പ്രത്യേകിച്ചൊന്നും
ഉണ്ടായിരുന്നില്ല. ഒരു റെഫറൻസ് ആയിട്ട് തന്നത് കോണ്ടിനെന്റൽ ഹോട്ടലിൽ അതുപോലത്തെ ഒരു സ്പേസിൽ വരുന്ന ഒരു ക്യാരക്ടറാണെന്ന് മാത്രം എന്നോട് പറഞ്ഞു. ജോൺ വിക്കിലെ ജോൺ വിക്കിലെ. അപ്പോൾ പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാനും പറ്റില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞു. ആക്ച്വലി തലവര എന്ന് പറഞ്ഞ ഒരു പടം ഞാൻ ചെയ്തത് അതിന്റെ ഒരേ സമയത്തായിരുന്നു എൻ്റെ ഷൂട്ട്. അപ്പോൾ 2 ഷൂട്ടും കൂടി ഇവിടെ വന്ന് ഹാൻഡിൽ ചെയ്യാനും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു തോന്നിയിട്ട് ഞാൻ ഇത് വേണമെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം അത് വിവേകാണ് സത്യം പറഞ്ഞ വിവേകിന് ഞാൻ താങ്ക്സ് പറയണം. ഇതിനകത്ത് അങ്ങനെ പിടിച്ച് കാസ്റ്റ് ചെയ്തതിനുള്ളത് ഫുള്ള് പുള്ളി തന്നെയാണ്. ആണല്ലേ. ലോകയുടെ ഒരു എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു സെറ്റിൽ എൻവയോൺമെന്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവിടെ ലൈവായിട്ട് നിന്ന ആളെന്ന നിലയിൽ എന്തൊക്കെയായിരുന്നു ഡിഫറൻസസും എന്തൊക്കെയായിരുന്നു എക്സൈറ്റിങ് കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് ആ കഥ കേട്ടതാണ്. ഞാൻ അവിടെ ചെന്നിട്ടാണ് ഡൊമിനിക്കും ശാന്തിയും കൂടിയാണ് എന്നോട് ബ്രീഫ് പറയുന്നത്. അപ്പോൾ കളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ആ ഒരു അതായത് ക്യാച്ച് ഫ്രേസ് അത് കേട്ടപ്പോഴാണ് അത് വെച്ചിട്ടാണ് ഒരു സൂപ്പർ ഹീറോനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആ കഥയുടെ ഒരു ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു അങ്ങനെ ഒരു സാധനം ആസ് എൻ ഓഡിയൻസ് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയ ഒരു സംഭവമാണ്. അപ്പോൾ അതിനാ ഒരു ഭാഗമാവെന്ന് പറയുന്നത് ഒരു സന്തോഷമായിരുന്നു. പിന്നെ അവിടുത്തെ എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെറ്റ്, ഞാൻ ആ ഹോളി ഗ്രേൽ കഫേ എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് പോയിട്ട് നമ്മൾ വെറുതെ ഒരു ഫോൺ എടുത്തിട്ട് എവിടെയും ഷൂട്ട് ചെയ്താൽ തന്നെ നല്ലൊരു ഫ്രെയിം നമുക്ക് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ആർട്ട് ഡയറക്ഷനും പ്രൊഡക്ഷൻ ഡിസൈനും ക്യാമറയും ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്, ലൈറ്റിംഗ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീല് നല്ല രസമായിരിക്കും എന്നുള്ളൊരു ഇത് മനസ്സിൽ വന്നായിരുന്നു. കാരണം ഡയറക്ടറും DOP ഒക്കെ ഇരിക്കുന്നതിൻ്റെ പുറകിലാണ് നമ്മൾ ഇരുന്നിരുന്നത്. അപ്പോൾ മോണിറ്റർ കാണാം. അപ്പോൾ ഓരോ ഫ്രെയിമും നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാം ഇത് നല്ല രസമായിരിക്കും എന്നുള്ളത് സംഭവം. പക്ഷേ എന്നിട്ട് പോലും ടീസറും ട്രെയിലറും കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ആകെ ഈ ഒരു ക്ലോസ്ഡ് സ്പേസിലുള്ള ഫ്രെയിംസേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിന് ഇത്രയും വലിയൊരു സ്കെയിലുണ്ടെന്ന് മനസ്സിലായത് ടീസർ ഇറങ്ങിയപ്പോഴാണ്. അതെ, പക്ഷെ അത് അപ്പോഴും കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ ഈ പറഞ്ഞ സെറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറച്ചൊരു ജസ്റ്റ് ഒരു ഡോർ ഓപ്പണിംഗ് മാത്രമാണെന്നും അത് വാസ്റ്റ് ആകുമ്പോൾ പോകുന്നേ ഉള്ളൂ എന്നുള്ള കാര്യവും ഓൾറെഡി നിമിഷം ഡൊമിനിക്കൊക്കെ പല ഇൻ്റർവ്യൂസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അവിടെ കുറിച്ചിട്ട് എന്താണോ മനസ്സിൽ വരുന്നത്, അതൊരു ഇൻസിഡന്റ് ആണെങ്കിൽ അത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ആ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്താണോ വരുന്നത് അതൊന്ന്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ദിലീപ് നമ്പ്യാർ. അത് ഷീ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലെ സീസൺ 2 ഒരു ക്യാരക്ടറാണ്. അത് ഇംതിയാസ് അലി സാറിൻ്റെ റൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ പുള്ളി അതിന് പ്രത്യേകിച്ച് ഓർമ്മ എന്ന് പറഞ്ഞാൽ പുള്ളീനെ മീറ്റ് ചെയ്തൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. കാരണം ഞാൻ ഇതിനകത്ത് എന്തോ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു കറക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഇവർ ഇൻകോപ്പറേറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി സെറ്റിൽ വന്നപ്പോൾ അപ്പോൾ എന്നെ അറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു, ഇങ്ങനെ സാമ ഈ ചെയ്ത സംഭവം നന്നായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നെ പുള്ളി ഭയങ്കര സോഫ്റ്റ് സ്പോക്കണാണ്, വളരെ സ്വീറ്റാണ്. അപ്പോൾ പുള്ളിയുടെ സിനിമകൾ നമ്മൾ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ അഡ്മിറേഷനുള്ള ഒരാളാണ്. പുള്ളി അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ദിലീപ് നമ്പ്യാർ അത് കുറെ കാലമായി ആക്ച്വലി. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഡൊമിനിക് ഞാൻ കണ്ട ഡയറക്ടേഴ്സിൽ വെച്ച് വേറെ തന്നെ ഒരു വൈബുള്ള ഒരാളാണ്. ഞാൻ വിചാരിച്ചു ഡൊമിനിക്കിന് ഒരു ആക്ടർ ആവാം വേണമെങ്കിൽ. പുള്ളിയുടെ ഒരു ഡ്രസ്സിങ് സെൻസും പുള്ളിയുടെ ഒരു എന്താ പറയുക ഭയങ്കര കൂളായിട്ടൊരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം എന്നോട് ഡയറക്ഷൻസ് പറയാൻ വരുന്നത് തന്നെ ഇങ്ങനെ വന്നിട്ട് സൈലൻ്റായിട്ട് വന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യം പറയും, ഇങ്ങനെ ചെയ്തിട്ട് പോകും. അത്രയൊക്കെ ഉള്ളൂ പുള്ളിയുടെ ഒരു ഡയറക്ഷൻ. അല്ലാതെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു കൺട്രോളിങ് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. നമ്മളെ കൊണ്ട് നമ്മളെന്ത് കൊടുക്കുന്നോ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഭയങ്കര ചില്ലാണ്. ഒരു വ്യത്യാസം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെയിൽ കുറച്ചും കൂടി ഒരു ഇപ്പോൾ ഞാൻ വിധു സാറിൻ്റെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പുള്ളിനെ സാറിന് വിളിക്കണം, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പം പിന്നെ അതൊരു പ്രോട്ടോക്കോളാണ്. അവിടെ ഡയറക്ടറിനെ സാറിന് വിളിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡൊമിനിക്കിനെ ഞാൻ സാറിനാണ് വിളിച്ചിരുന്നത്. അപ്പോൾ പുള്ളിക്ക് തന്നെ ഒരു എന്തോ ഒരു ഇതുപോലെ തോന്നിയിരുന്നു. കാരണം എല്ലാവരും ബ്രോ ആ ഒരു വൈബിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ സെറ്റിൽ പോകുമ്പോൾ ഞാൻ സാറിനാണ് വിളിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ സാറിന് വിളിക്കുന്നതിനേക്കാൾ കൂടുതലൊരു ഫ്രണ്ട്ലിനെസ് തോന്നുന്ന ഒരാളായിട്ടാണ് തോന്നിപ്പിക്കുന്ന ആളാണ്. കാരണം ആളിലേക്ക് ഒരു അങ്ങനത്തെ ഒരു അട്രാക്ഷൻ ഭയങ്കര കൂളാണ് പുള്ളി. എല്ലാവരും തന്നെ പറയണം. ഓക്കെ, വിനോദ് ചോപ്ര പുള്ളി എൻ്റെ FTA സീനിയറാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹം പുള്ളി എനിക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പുള്ളീനെ എല്ലാവർക്കും പേടിയാണ്. പക്ഷേ പുള്ളിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഒരുപാട് ട്രസ്റ്റ് ചെയ്യും നമ്മളെ.
ഓക്കെ. ആദ്യത്തെ ഒരു പുള്ളിയുടെ തന്നെ ഒരു ടെസ്റ്റ് ഉണ്ട്. അത് എന്തൊക്കെയാണ് പുള്ളി ചെയ്യാന്നറിയില്ല, പക്ഷെ അത് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പുള്ളിയുടെ ഇന്നർ സർക്കിൾ പോലെയാണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് എനിക്ക് ഭാഗ്യത്തിന് കിട്ടിയിരുന്നു. അതും ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കെന്തോ ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ പറയുന്നത് കുറച്ചൊരു ഹാർഷായിട്ട് ചിലപ്പോൾ ഫീൽ ആവുണ്ടാവുമായിരിക്കും. ഇങ്ങനെ ഒരു കറക്ഷൻ ഞാൻ പുള്ളിയോടും പറഞ്ഞിരുന്നു. അപ്പോൾ ഇരിക്കുന്നത് വിധു വിനോദ് ചോപ്ര ആണെന്നുള്ളൊരു ബോധം എനിക്ക് അപ്പോൾ പെട്ടെന്ന് പോവില്ല. നമ്മൾ ഈ സീൻ വായിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ആ പുള്ളീനെ ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് ഇതൊരു 110 ഡ്രാഫ്റ്റ് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ വേർഡും ഞാൻ ആലോചിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ വെറുതെ അങ്ങനെ എഴുതി വെച്ചല്ല എന്ന് പറഞ്ഞു. ഞാൻ കുറച്ചൊന്ന് പേടിച്ചു പോയി. കാരണം ആദ്യത്തെ ദിവസം തന്നെ പുള്ളി എന്നെ പറ്റി ഒരു കാര്യം നല്ലത് പറഞ്ഞിട്ട് പുള്ളീനെ കാണാൻ പോകുന്നതാണ്. എന്നിട്ട് പുള്ളീനെ അങ്ങനെ ഒരു ബാഡ് ഇംപ്രഷൻ വേണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. എന്നിട്ട് അവിടെ തിരിച്ചു വന്നിരുന്നു. അപ്പം എല്ലാവരും മിണ്ടാണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി തന്നെ ആ സീൻ ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കി. എന്നിട്ട് പുള്ളിയുടെ അസിസ്റ്റൻ്റ് ഇവൻ പറഞ്ഞ ആ കാര്യം ചേർത്തൊക്കെ അത് കൊള്ളാം. അങ്ങനെ അപ്പം പെട്ടെന്ന് അങ്ങോട്ട് സ്വിച്ച് ചെയ്തു പുള്ളിയുടെ ഒരു ക്യാരക്ടർ. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ, ശരിയാണ് നമ്മൾ പറഞ്ഞത് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. മഹേഷ് ചേട്ടൻ ഞാൻ മഹേഷ് ചേട്ടനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എൻ്റെ ഗുരുതുല്യമാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം എനിക്ക് ആദ്യമായിട്ട് ചാൻസ് തന്ന ഒരാളാണ് മഹേഷ് ചേട്ടൻ. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. മഹേഷ് ചേട്ടനെ ഞാൻ ഇപ്പോൾ അടുത്ത് എപ്പോഴും കാണുന്നത് എയർപോർട്ടിൽ വെച്ചാണ്. ഒരു 3 പ്രാവശ്യം ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് മീറ്റ് ചെയ്തായിരുന്നു. അപ്പം എന്നോട് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ തലവര ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മഹേഷ് ചേട്ടനെ എന്നെ അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് തലവരയിൽ അഖിലാണ് എന്നെ വിളിച്ചത്. അഖിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി ഓക്കെ ആയിരുന്നു അതിനകത്ത് ഈ ക്യാരക്ടർ ഞാൻ ചെയ്യട്ടെ എന്നുള്ളത്. ശാന്തി എന്താ പറയുക, പുള്ളി എത്രത്തോളം എന്താ പറയുക ലേൺഡ് ആൻഡ് പുള്ളി എത്രത്തോളം വലിയൊരു സംഭവമാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴൊക്കെയാണ് മനസ്സിലാവുന്നത്. ഞാൻ പുള്ളിയായിട്ട് ഇൻട്രാക്ട് ചെയ്തായിരുന്നു, ഈ പറഞ്ഞ പോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്തായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് ഈ ഇൻ്റർവ്യൂസ് കാണുമ്പോഴും അല്ലെങ്കിൽ അതിനെപ്പറ്റി വായിക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ അടുത്ത പുള്ളിക്കാരി അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നോട്ട്, ആ സോങ്ങിൻ്റെ കോൺസെപ്റ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക ഇൻ്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതെ, ഒറ്റ ലൈൻ തന്നെ പല നാടുകൾ എന്ന സംഭവം തന്നെ നമുക്കത് ഭയങ്കര എപ്പോഴും കേൾക്കുന്നൊരു സോങ്. ഈ സബ് ടെക്സ്റ്റൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ കാറിൽ ആ പാട്ടും വെച്ച് നമ്മൾ പോകുന്നുണ്ട്, പക്ഷെ അത് എന്തൊക്കെയാണെന്നുള്ളത് അങ്ങനത്തെ ഒരു സാധനമൊക്കെ വായിക്കാനൊക്കെ രസമാണ്. അപ്പം പുള്ളിയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു സൈഡ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കല്യാണിനോട് ഞാൻ പറഞ്ഞത് യു ആർ പിച്ച് പെർഫെക്റ്റ് നീലി. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ദുർഗ എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ പെർഫോമൻസും കൂടി അതിനൊരു ഫാക്ടറാണ്. ദുർഗയുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണിനെ കാണുന്നത്, സിനിമയിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടി ഒരു എഫക്റ്റ് ഉണ്ട്. ഞാൻ കല്യാണിനെ പിന്നെ ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എനിക്ക് കല്യാണി ചെയ്തത് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സെറ്റിൽ ഞാൻ പുള്ളിക്കാരി ചെയ്ത ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ അതിനും പുള്ളിക്കാരിക്ക് ഒരു ടാലൻ്റ് ഉണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു മെയ്വഴക്കമുള്ള ഒരു ആർട്ടിസ്റ്റാണ് പുള്ളിക്കാരി. പിന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിടാത്ത മഖാനയാണ് പുള്ളി സ്നാക്സ് ആയിട്ട്. അത് ഞാനിങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് തന്നായിരുന്നു. അപ്പം ഞാനിങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ അതിന് ഉപ്പില്ല. സോളോയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഷോട്ടിൽ നിൽക്കുകയാണ്, അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ DQ ആണ്. ഹായ്. അപ്പോൾ എന്താ ഷോട്ടിലാണല്ലോ, അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഫാനാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്, 2 പേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് എനിക്ക് ഫസ്റ്റ് പുള്ളീനെ കാണുന്ന ഓർമ്മ. പിന്നെ ഈ ഒരു സംഭവം ഇപ്പം ഞാൻ പുള്ളിയോട് പറയുന്നത് അതാണ്, ഈ സോളോ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കാര്യം അത്രയും എന്താ പറയുക സീനിയർ ആയിട്ടുള്ള ആക്ടർ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസിൽ സീനിയർ ആയിട്ടുള്ള ആക്ടർ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഉള്ളി തട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് അത് കാരണം DQനെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ 2 വശങ്ങളുണ്ട്. ഇപ്പോൾ DQൻ്റെ അടുത്ത് ഇപ്പോൾ വിവേക് DQനെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ ഞാൻ വിവേകാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം DQ കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ച് റിപ്ലൈ അയച്ചു. വിവേക് അത് ആ സമയത്ത് ആ റിപ്ലൈ അയച്ച ദിവസമാണ് വിവേകും ഞാനും നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കാണാൻ പറ്റി. രണ്ടാമത് പിന്നീട് നമ്മുടെ ചന്തുവിൻ്റെ കാര്യം. ചന്തു DQയുടെ നമ്പറൊന്നും എൻ്റെ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം DQ നിനക്ക് എൻ്റെ നമ്പറിലേക്ക് എന്നെ വിളിച്ചൂടെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ ഈ ലോക കഴിഞ്ഞതിന് ശേഷം DQനെ കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും ശ്രമിച്ചോ?
എന്നെ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. എൻ്റെ ഒരു ജോണിയുടെ ഒരു പോസ്റ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതെ കണ്ടായിരുന്നു. അത് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ DQന്റെ സ്റ്റോറി. അത് ശരി. അതിനുശേഷം ദുൽഖർ സൽമാൻ ഫോളോയിങ് ചെയ്തു. അപ്പൊ ഞാൻ അല്ല ആദ്യം കണ്ടത് ദുൽഖർ സൽമാൻ ഫോളോയിങ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടത്. അപ്പൊ നമ്മൾ ചോദിച്ചു പുള്ളിയുടെ സ്റ്റോറി നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോ. അപ്പോൾ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, യു ഹാവ് ഓൾവേസ് ബീൻ വെരി സ്വീറ്റ് ടു മീ, താങ്ക് യു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് തിരിച്ച് മെസ്സേജ് അയച്ചത് പറഞ്ഞത് എനിക്കും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഈ ക്യാരക്ടറിന് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ച് മെസ്സേജ് അയച്ചു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് സോളോയിൽ എന്നെ കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം. പുള്ളിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഞാൻ എൻ്റേതായ കുറച്ച് ടെൻഷനിലായിരുന്നു, അതുകാരണം എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഐ എം ഹാപ്പി ദാറ്റ് യു ഡോണ്ട് ഹാവ് എ ബാഡ് എക്സ്പീരിയൻസ് വിത്ത് മീ, യു ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ് വിത്ത് മീ. ഓക്കെ, അത് ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായല്ലേ? കാരണം ബിക്കോസ് വിവേക് പറഞ്ഞ അതുപോലെ തന്നെ ചന്തു പറഞ്ഞ കാര്യമായിട്ട് ശരിക്കും റെസണേറ്റ് ചെയ്യുന്ന കാര്യം ഇത്. എല്ലാവരും ഇൻസ്റ്റഗ്രാം വഴിയിട്ട് ഉള്ള ഒരു കണക്ഷൻസ്. പുള്ളിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ, അങ്ങനെ വളരെ അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നു, സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ദ വിവേക് അനിരുദ്ധ്. വിവേക് എന്നെ ആദ്യം വിളിച്ചപ്പോൾ എനിക്കറിയില്ല ആരാന്നുള്ളത്. ഞാൻ വിവേക് കണ്ടിട്ടുണ്ട്. പുള്ളി കുറച്ചൊരു സീരിയസ് ആയിട്ടൊക്കെ ഫോണിലൊക്കെ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പടമുണ്ട്, സാമ എവിടെയാണ്, ഞാൻ ബോപ്പയിലാണ്, ഡയറക്ടർ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡയറക്ടർ വന്ന് കാണാനായിട്ട് ഞാൻ പറഞ്ഞു അവിടെ ഒരു വർക്കുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഡേറ്റ് പറഞ്ഞു, ഓക്കെ ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പോയതാണ്. പിന്നെ ഒരു പ്രാവശ്യം എന്തോ വിളിച്ചോന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഒരു പോയിന്റിൽ ഞാൻ വിചാരിച്ചു ഇത് ഇനി അപ്ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. രണ്ടാമത് വിളിച്ചിട്ടാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞത്, ഇന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ വേഫെറർ ഫിലിംസിൻ്റെ പ്രൊഡക്ഷനാണ്, ഇങ്ങനെ ഒരു സ്കെയിലുള്ള പടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ക്യാരക്ടറിൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ചൊരു ഡൗട്ട്ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ പ്രൊഡക്ഷനിൽ വിളിച്ചിട്ടാണ് എന്നെ പറഞ്ഞത് ഇത് ലോക്ക്ഡൗൺ, നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യം അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ പുള്ളിനെ കാണുന്നത് ആദ്യമായിട്ട്. കണ്ടപ്പോൾ ഫോണിൽ സംസാരിച്ച ഒരാളല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾ തന്നെയാണ്, ഭയങ്കര തമാശയൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഒരു വൈബാണ് പുള്ളി. ഫോണിൽ ഞാൻ വിചാരിച്ചു എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. സോ ലാസ്റ്റ് വൺ അഡ്വക്കേറ്റ് മംഗൾ ധീമ. അതിൻ്റെ ഡയറക്ടർ എൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളി റോക്കട്രിയിലെ ഹിന്ദി ഡയലോഗ് റൈറ്ററായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. രാഹുൽ പാണ്ഡ്യ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ക്യാരക്ടറാണ്. പുള്ളിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭയങ്കര സ്നേഹമുള്ളൊരു പുള്ളിയാണ്. അപ്പോൾ ആ ക്യാരക്ടർ എഴുതി വെച്ചിരുന്നത് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു അങ്കിൾ, ആ ഒരു ഫിഗറിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റൈറ്ററും എൻ്റെ ഫിലിം സ്കൂളിൽ പഠിച്ചൊരു പുള്ളിയാണ്. സാം എന്താ ഇവിടെ? ഞാൻ പറഞ്ഞു ഞാൻ ഇന്നൊരു ക്യാരക്ടർ മംഗൾ ധീമ, അത് ഞാൻ പുള്ളി ആകെ ഇതായിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സൈലൻ്റായിട്ട് പറഞ്ഞു, അല്ല അതായത് ഈ ക്യാരക്ടർ കുറച്ചും കൂടി ഏജ്ഡാണ്, ഇത് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഒന്നുമല്ല. അതിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഫങ്കി ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമും അങ്ങനത്തെ ഒരു ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി എഴുതി വെച്ച സാധനം ഫുള്ള് പൊളിച്ചെഴുതി ഡയറക്ടറുടേതായിട്ടുള്ളൊരു ഇൻപുട്ടിൽ ഉണ്ടാക്കിയൊരു ക്യാരക്ടറാണ് അത്. ഒറ്റ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് പുള്ളി ചെയ്യിപ്പിച്ചതാണ് എന്നെ കൊണ്ട്. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ഇതിലാണ് നമ്മൾ പറയുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്ക് കറക്റ്റ് കണക്ഷൻസും കറക്റ്റ് വൈബ്സും വേണമെന്നല്ലേ എല്ലാവരും പറയുന്ന ഒരു കോമൺ കാര്യമാണ്. ഒരു ദിവസത്തെ ഷൂട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ച സാധനത്തിനെ പൊളിച്ച് ആ വൈബിലോട്ട് മാറ്റി താങ്കളുടെ വൈബിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി. എൻ്റെ വൈബ് അല്ല കേട്ടോ, അത് പുള്ളിയുടെ വൈബാണ്. ശരി, പുള്ളിക്ക് പക്ഷേ ആ ക്യാരക്ടറിൽ ഞാൻ വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, യങ് ആക്കി. പിന്നെ അതിനൊരു കോമിക് ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് രാഹുലിന് ആ ഒരു ബീറ്റ് ഭയങ്കരമായിട്ട് അറിയാം. പുള്ളിനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു ഇതെങ്ങനെയാണ് ഈ കോമഡി പിടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ പുള്ളിക്ക് എനിക്ക് ആ ബീറ്റ് കേട്ടാൽ മനസ്സിലാവും, നിങ്ങളുടെ ഒരു വർത്തമാനത്തിൻ്റെ ഒരു ബീറ്റ് കേട്ടാൽ എനിക്ക് മനസ്സിലാവും എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നെ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതെനിക്ക് ഫ്രണ്ട് എന്നതിലുപരി ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് പുള്ളിയോട് വർക്ക് ചെയ്യാൻ നല്ല രസമായിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയും കാലത്തെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലുള്ള അനുഭവത്തിൽ നിന്ന്, അതും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇങ്ങനെ വെറുതെ പാസിംഗ് ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കുറേ നല്ല ഫിലിംസ്, ഒരു പിടി നല്ല ഫിലിംസ് ചെയ്ത ആളെന്ന നിലയിൽ, നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത ആളെന്ന നിലയിൽ ഏറ്റവും സന്തോഷം തോന്നിയ, ഏറ്റവും ബ്ലെസ്ഡ് ആണെന്ന് തോന്നിയ ഒരു മൊമെൻ്റ് എന്താണ്? കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ഏറ്റവും ചോദിച്ചു കഴിഞ്ഞാൽ മാഡി സാറിൻ്റെ കൂടെ റോക്കട്രി ആണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പറഞ്ഞ പോലെ അതെനിക്ക് ഭയങ്കര ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ടേണിംഗ് പോയിന്റ്
എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് അത് കുറച്ച് ഇമോഷണൽ ആവേണ്ട ഒരു സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഒട്ടും മെക്കാനിക്കൽ ആവരുത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരണം എന്നുള്ളൊരു നിർബന്ധം പുള്ളിക്കുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞു, നീ കുറച്ച് നേരം മാറ്റി പോയിരിക്കും, അവിടെ ഇരുന്നു, ഷൂട്ട് ആകുമ്പോൾ ഞാൻ വിളിക്കാം. എന്നിട്ട് അവിടെ ഇരുന്ന് അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇർഫാൻ ഖാൻ ഒരു ഷോട്ടിന് മുമ്പ് പാട്ട് കേൾക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും നിന്നൊക്കെ എന്തെങ്കിലും കിട്ടി അത് ട്രൈ ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഡ് സോങ് ഒക്കെ കേട്ട് ഞാൻ ആ ഒരു മൂഡിൽ ചെന്നിരുന്ന് എന്നിട്ടത് ഞാൻ ചെയ്തപ്പോൾ വർക്കായി. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് ഇപ്പോൾ അതിനകത്തൊരു ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോൾ എനിക്ക് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കരച്ചിൽ വരുമോ അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വർക്കായിട്ട് ഞാൻ ഷോട്ടൊക്കെ കഴിഞ്ഞ് അപ്രീസിയേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ഏടി ചോദിച്ചു, ഗ്ലിസറിൻ ഉപയോഗിച്ചല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് മറക്കാൻ പറ്റും, കാരണം എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് അതിനകത്തായിരുന്നു. അതിന് പുള്ളിയുടെ ഒരുപാട് സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ, എനിക്ക് പറയുന്ന ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് പറയില്ല, അതിൻ്റെ ഉൾട്ട അത്രയും ആക്ടേഴ്സിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഡയറക്ടറാണ്. ഓക്കെ, ഇനി പ്രോജക്ട്സ് ഏതൊക്കെയാണ് വരാൻ പോകുന്നത്? ഞാൻ ചെയ്തു വെച്ച ഒരു സീരീസിൻ്റെ ഒരു 3rd സീസൺ ഉണ്ട്, ബോംബെയിലാണ്. പിന്നെ ഒരു വെബ് സീരീസ് തന്നെയാണ്, അത് ലോക്ക്ഡ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി ഇതുപോലെ തന്നെ ലെജൻസിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ഫിലിംസിൻ്റെ എണ്ണം കൂടട്ടെ, അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ് കൂടിയിട്ടില്ല, നാളെ ഒരു ഹീറോ ലെവലിലേക്ക് ഒരു ഫുൾ ഫിലിം കൈകാര്യം ചെയ്യുന്ന ലെവലിലേക്ക് മാറട്ടെ, അവാർഡ്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് ബ്ലെസ്ഡ് ആവട്ടെ എന്ന് ഞങ്ങൾ കൗമുദി ടീമിൻ്റെ വിശ്വാസമുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് മീ.